ഹായ്, നമ്മൾ പി ഡിയിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിൻ്റെ എങ്ങനെയാണ് ആ പ്രോസസ്സ് നമ്മൾ പറഞ്ഞിരുന്നു ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സിൽ. അതിൻ്റെ പ്രോബ്ലമാണ് നോക്കുന്നത്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ എന്നുള്ളതും പി ഡി എന്താണെന്നും അതേപോലെ ഒ ഡി എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം കേട്ടോ. Using the method of separation of variables, find product solutions of dou u by dou x equal to 2 dou u by dou y plus u. Then assume that നമ്മൾ u of x by equal to x of x into y of y എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരുന്നത് u എന്ന് പറഞ്ഞ ഫംഗ്ഷനെ. ബി എ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതാണ് നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ. നമുക്ക് തന്നിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ u of x yനെ എടുക്കുന്നത്. അതായത് u ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എക്സ് ഇൻറ്റു വൈ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെന്ത് ചെയ്യുക, ഡെറിവേറ്റ് ചെയ്യുക. ഡോ യു ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് ഡാഷ് വൈ എന്ന് വരും. ഡോ യു ബൈ ഡോ വൈ ചെയ്യുമ്പോൾ എക്സ് വൈ ഡാഷ് എന്ന് വരും. അങ്ങനെ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ചെയ്യുക. അതായത് ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമേ വേണ്ടുള്ളൂ. ചില പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവും അതേപോലെ തേർഡ് ഡെറിവേറ്റീവും ഒക്കെ വേണ്ടി വരും. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമേ വേണ്ടി വരുള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രം കണ്ടെത്തിയാൽ മതി. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് വൈ പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു എക്സ് വൈ ഡാഷ്. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു 2 ഡോ യു ബൈ ഡോ വൈ പ്ലസ് യു എന്നാണ്. സോ ഡോ യു ബൈ ഡോ എക്സ് പറഞ്ഞാൽ എക്സ് ഡാഷ് വൈ ഈക്വൽ ടു 2 ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പറഞ്ഞാൽ എക്സ് വൈ ഡാഷ് പ്ലസ് എക്സ് വൈ. യു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എക്സ് വൈ ആണ്. സോ എക്സ് വൈ. ദെൻ നമ്മൾ എന്താ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എക്സിൻ്റെ ടേംസിനൊക്കെ ഒരു ഭാഗത്തേക്ക് ആക്കുക. അതായത് എക്സിൻ്റെ ഡെറിവേറ്റീവിനെയും എക്സിനെയും എല്ലാത്തിനും നമ്മൾ ഒരു ഭാഗത്തേക്ക് ആക്കുക. വൈൻ്റെ ടേംസിന് എന്ത് ചെയ്യുക, വൈ ഡാഷ് വരുന്നൊക്കെ ഒരു സൈഡിലേക്ക് ആക്കുക. അതാണ് സെപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ടേംസ് ഒക്കെ ഒരു ഭാഗത്തേക്ക് വരിക, വൈൻ്റെ ടേംസ് ഒക്കെ വേറെ ഭാഗത്തേക്ക് പോവുക. ഓക്കെ, അതാണ് നമ്മൾ സെപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. സോ അപ്പോൾ നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. സെപ്പറേറ്റ് ചെയ്യുക പറഞ്ഞാൽ ഇവിടെ നോക്കുക, എക്സിൻ്റെ ടേം വരുന്നത് എക്സ് ഡാഷ് വൈ ഡാഷിൽ വരുന്നുണ്ട്, അതേപോലെ ഇവിടെ എക്സ് വൈയും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇതിലും വൈ ഉണ്ട്, ഇതിലും വൈ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ടേമിനെ ഇപ്പുറത്തേക്ക് എടുക്കുക. സോ എന്ത് വരും, എക്സ് ഡാഷ് വൈ മൈനസ് എക്സ് വൈ ഈക്വൽ ടു 2x വൈ ഡാഷ് എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇനി ത്രൂ ഔട്ട് 2x വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് 2x വൈ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് വരും, ഇവിടെ എക്സ് ഡാഷ് വൈ മൈനസ് എക്സ് വൈ എന്നാണ്. ഡിവൈഡഡ് 2x വൈ. ഇവിടെ നമ്മൾ വൈ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ, ഞാൻ വേറെ പേജിൽ ചെയ്ത് കാണിച്ചാൽ നമുക്കിപ്പോൾ വന്നത് എക്സ് ഡാഷ് വൈ മൈനസ് എക്സ് വൈ ഡിവൈഡഡ് 2x വൈ കൊണ്ട് നമ്മൾ രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്തു. സോ 2x വൈ ഡാഷ് നമ്മുടെ വരുന്നത്. സോ 2x വൈ ഡാഷ് ഡിവൈഡഡ് 2x വൈ. രണ്ട് സൈഡിലും നമ്മൾ 2x വൈ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദെൻ ഇവിടെ നോക്കുക, ഇവിടെ വൈ ഡാഷ് വൈ കോമൺ ആണ്. സോ വൈന് പുറത്തെടുത്താൽ എക്സ് ഡാഷ് മൈനസ് എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് 2x വൈ ഈക്വൽ ടു, ഇവിടെ 2xും ക്യാൻസലായി. ബാക്കി എന്ത് വരും, വൈ ഡാഷ് വൈ എന്ന് വരും. ഇവിടെ വൈയും ക്യാൻസലായി. ദെൻ എന്ത് വരും, എക്സ് ഡാഷ് മൈനസ് എക്സ് ബൈ 2x ഈക്വൽ ടു വൈ ഡാഷ് മൈനസ് വൈ. അപ്പോൾ എന്താ, നമ്മളുടെ ടേമിൽ ഒരു ഭാഗത്ത് എക്സിൻ്റെ ടേമും ഒരു ഭാഗത്ത് വൈൻ്റെ ടേമും ആയിട്ട് മാറി. ഓക്കെ, സിൻസ് ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഇക്വേഷൻ 1 ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൈന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഈ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എക്സിന് ഇൻഡിപെൻഡൻ്റ് ആണ്. സോ വി കൺക്ലൂഡ് ദാറ്റ് ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. രണ്ട് സൈഡിലും ഒന്നുകിൽ എക്സിനോട് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വൈന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇൻ അതർ വേർഡ്സ്, ഈച്ച് സൈഡ് ഓഫ് ദി ഇക്വേഷൻ 1 മസ്റ്റ് ബി കോൺസ്റ്റൻറ്റ്, സേ ലാംഡ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു സൈഡിന് നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റിലേക്ക് ഇക്വേറ്റ് ചെയ്യാമെന്ന് പറയാം. അത് എക്സ് ഡാഷ്, നമുക്ക് ഈ ഇക്വേഷൻ എക്സ് ഡാഷ് മൈനസ് എക്സ് ബൈ 2x ഈക്വൽ ടു ലാംഡാന്നോ അല്ലെങ്കിൽ വൈ ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു ലാംഡാന്നോ എഴുതാം. ഓക്കെ, അതിന് നമുക്ക് ആ ഇക്വേഷന് എക്സ് ഡാഷ് മൈനസ് എക്സ് ബൈ 2x ഈക്വൽ ടു വൈ ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു ലാംഡാന്ന് എഴുതാം. ഇറ്റ്സ് കോൺസ്റ്റന്റ്. ദെൻ അതിന് നമുക്ക് രണ്ട് ഇൻഇക്വാലിറ്റി കിട്ടും. ഒന്ന് എക്സ് ഡാഷ് മൈനസ് എക്സ് ബൈ 2x ഈക്വൽ ടു ലാംഡാന്നും ഒന്ന് വൈ ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു ലാംഡാന്ന് വരും. ഇവിടെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എക്സ് ഡാഷ് മൈനസ് എക്സ് ബൈ 2x, ഇനി ഈ 2x കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, അതായത് നമുക്ക് ഈ ഒരു ഡിവിഷനെ, ഈ ഒരു ഓപ്പറേഷനെ എക്സ് ഡാഷ് ബൈ 2x മൈനസ് എക്സ് ബൈ 2x എന്ന് എഴുതി കൂടെ, ദാറ്റ്സ് ഈക്വൽ ടു ലാംഡ. ദെൻ ഇവിടെ ഈ എക്സും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ എന്ത് വരും, ഈ 1/2 എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. സോ ഈ 1/2 നമുക്ക് എന്ത് ചെയ്യാം,
1/2 കോമൺ ആണ്. സോ എക്സ് ഡാഷ് ബൈ എക്സ് മൈനസ് 1/2 എന്ന് വരും. ഒരു മിനിറ്റ്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എഴുതി കാണിച്ചു. ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് എക്സ് ഡാഷ് മൈനസ് എക്സ് ബൈ 2x ഇക്വൽ ടു ലാംഡ എന്നാണ് നമുക്കുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്തു, എക്സ് ഡാഷ് ബൈ 2x മൈനസ് എക്സ് ബൈ 2x എന്ന് എഴുതി. എസ് ഈക്വൽ ടു ലാംഡ. ഓക്കെ, ഇനി ഇവിടെ എക്സും എക്സും കൂടി ക്യാൻസലായി. ദെൻ 1/2 ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടറാണ്. ദെൻ എക്സ് ഡാഷ് ബൈ എക്സ് മൈനസ് 1/2 വേണ്ട 1 ഈക്വൽ ടു ലാംഡ എന്ന് വരും. ഓക്കെ, ഇനി 1/2 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്ത് വരും, എക്സ് ഡാഷ് മൈനസ് എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് മൈനസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 2 ലാംഡ എന്ന് വരും. ഓക്കെ, ഇനി ഈ 1 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എക്സ് ഡാഷ് ബൈ എക്സ് ഈക്വൽ ടു 1 പ്ലസ് 2 ലാംഡ എന്ന് വരും. ഓക്കെ, 1 പ്ലസ് 2 ലാംഡ എന്ന് വരും. എക്സ് ഡാഷ് പ്ലസ് എക്സ് ഡാഷ് ഡിവൈഡഡ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് 2 ലാംഡ എന്ന് വരും. അതിന് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വൈ ഡാഷ് ബൈ വൈ ഈക്വൽ ടു ലാംഡ എന്നുള്ളതിന് തേർഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സെക്കൻഡ് ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, തേർഡ് ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ സെക്കൻഡ് ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇൻ്റഗ്രേഷൻ എക്സ് ഡാഷ് ബൈ എക്സ്, എക്സ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി എക്സ് ബൈ എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഓഫ് 1 പ്ലസ് 2 ലാംഡ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഡി എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലോഗ് എക്സ് ആണ്. ലോഗ് എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് 2 ലാംഡ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് എ കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ 1 പ്ലസ് 2 ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് ലോഗ് C1. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും എന്തുണ്ടാവും, ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. സോ ലോഗ് എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് 2 ലാംഡ എക്സ് പ്ലസ് ലോഗ് C1. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എടുക്കുക. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഇ റേസ് ടു ലോഗ് എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു 1 പ്ലസ് 2 ലാംഡ എക്സ് പ്ലസ് ഇ റേസ് ടു ലോഗ് C1 വരും. ഓക്കെ, അപ്പോൾ ഇത് എന്തായിട്ട് മാറും, എക്സ് ഓഫ് എക്സ് ആയിട്ട് മാറും. ഈ ഒരു ടേം എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു 1 പ്ലസ് 2 ലാംഡ എക്സും ഇവിടെ ഇ റേസ് ടു ലോഗ് എക്സ്. അപ്പോൾ അതിനെ നമുക്ക് ചേർത്തിട്ട് എന്തെഴുതാം, ഇത് പറഞ്ഞാൽ എന്താ, ഇ റേസ് ടു ലോഗ് C1 പറഞ്ഞാൽ C1 തന്നെ. C1 ഇ റേസ് ടു 1 പ്ലസ് 2 ലാംഡ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇ റേസ് ടു 1 പ്ലസ് 2 ലാംഡ എക്സ് എന്ന് വരും. അപ്പോൾ എക്സ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, C1 ഇ റേസ് ടു 1 പ്ലസ് 2 ലാംഡ ഇൻറ്റു എക്സ് എന്ന് വരും. ഇനി നമ്മൾ തേർഡ് ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. തേർഡ് ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, എന്താ തേർഡ് ഇക്വേഷനിൽ വരുന്നത്, വൈ ഡാഷ് ബൈ വൈ ഈക്വൽ ടു ലാംഡ. സോ ഇൻ്റഗ്രേഷൻ ഡി വൈ ബൈ വൈ ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ലാംഡ എന്ന് വരും. സോ ഇവിടെ ഡി വൈ ബൈ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇസ് എൻ ലോഗ് വൈ ഓഫ് വൈ ആൻഡ് ഇവിടെ ലാംഡ ഇസ് എ കോൺസ്റ്റന്റ്. സോ വൈ ഓഫ് വൈ ഈക്വൽ ടു ലാംഡ വൈ പ്ലസ് ലോഗ് C2, അതായത് ഒരു ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് വരും. ദെൻ വൈ ഓഫ് വൈ ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പോൺഷ്യൽ കൊടുക്കുക. എക്സ്പോൺഷ്യൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്പോൺഷ്യൽ കൊടുക്കുമ്പോൾ ഇ റേസ് ടു ലോഗ് എക്സ് പറഞ്ഞാൽ എക്സ് ആണ് കേട്ടോ. ആ റിസൾട്ട് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. സോ ഇ റേസ് ടു ലാംഡ ഐ ലോഗ് C2 അതേപോലെ കൊടുക്കുമ്പോൾ C2 എന്ന് വരും. സോ C2 ഇ റേസ് ടു ലാംഡ വൈ എന്ന് കിട്ടി. നമുക്ക് എക്സ് ഓഫ് എക്സും കിട്ടി, വൈ ഓഫ് വൈയും കിട്ടി. ദെൻ ദെർഫോർ എ പെർട്ടിക്കുലർ സൊല്യൂഷൻ, പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യു ആണ് കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത്. യു ഈക്വൽ ടു എന്താ, എക്സ് ഇൻറ്റു വൈ. എക്സ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, C1 ഇ റേസ് ടു 1 പ്ലസ് 2 ലാംഡ എക്സ് എന്ന് കിട്ടി. വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C2 ഇ റേസ് ടു ലാംഡ വൈ എന്ന് കിട്ടി. ദെൻ ഈ C1നും C2നും ചേർത്തിട്ട് നമ്മൾ C എന്ന് എഴുതി. ഓക്കെ, C1നും C2നും നമ്മൾ ചേർത്തിട്ട് C എന്ന് എഴുതി. ഇവിടെ ഇ റേസ് ടു എക്സ് ഇ റേസ് ടു വൈ എന്നാണ്. അപ്പോൾ അതിന് രണ്ടിനും കൂടി, അതായത് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇ റേസ് ടു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇ റേസ് ടു 1 പ്ലസ് 2 ലാംഡ എക്സ് പ്ലസ് ലാംഡ വൈ എന്ന് കിട്ടി. ഇതാണ് നമ്മളുടെ എന്ത്, പെർട്ടിക്കുലർ സൊല്യൂഷൻ. പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത, യൂസിങ് ദി മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഫൈൻഡ് പ്രോഡക്റ്റ് സൊല്യൂഷൻസ് ഓഫ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 ഡോ യു ബൈ ഡോ വൈ. അത് നമുക്ക് തന്നിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിന് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം യു ഈക്വൽ ടു എക്സ് വൈ എന്ന് എടുക്കുക. ദെൻ നമുക്കിവിടെ എന്ത് വേണം, ഡോ യു ബൈ ഡോ എക്സ് ആവശ്യമില്ല, പക്ഷേ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ വേണം. സോ ഡോ യു ബൈ ഡോ എക്സ് ആദ്യം കാണാം. ഡോ യു ബൈ ഡോ എക്സ് എന്ത് വരും, എക്സ് വൈയിൽ എക്സ് ഡാഷ് വൈ എന്ന് വരും. ആൻഡ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഡബിൾ ഡാഷ് വൈ എന്ന് വരും. ഓക്കെ, ആൻഡ് ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഡാഷ് എന്ന് വരും. സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക,
ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഡബിൾ ഡാഷ് വൈ ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് വൈ ഡാഷ് എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ വരിക. എക്സ് ഡബിൾ ഡാഷ് വൈ ഈക്വൽ ടു 4xy ഡാഷ് എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇതിന് റീഅറേഞ്ച് ചെയ്ത് എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാണ് വേണ്ടത്. എക്സ് ഡബിൾ ഡാഷ് വൈ ഈക്വൽ ടു 4xy ഡാഷിനെ സെപ്പറേറ്റ് ചെയ്ത് എളുപ്പമാണ്. കാരണം നിങ്ങൾ നോക്കുക, ഇവിടെ 4x ആണ്. ഈ 4xനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈ വൈനെ ഇവിടേക്ക് കൊണ്ടുവരിക. സോ എന്താവും, എക്സ് ഡബിൾ ഡാഷ് ഡിവൈഡഡ് 4x ഈക്വൽ ടു വൈ ഡാഷ് ബൈ വൈ എന്ന് വരും. അല്ലെങ്കിൽ 4ന് അവിടെ നിർത്തിയാലും കുഴപ്പമില്ല, 4y ഡാഷ് അത് കുഴപ്പമില്ല. നമുക്ക് എപ്പോഴും 1/4 ആയിട്ട് എടുക്കണതാണ് എളുപ്പം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ. സോ നമുക്ക് എന്ത് പറയാം, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ ആണ്, ഇതെന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൊടുക്കുക. സോ എക്സ് ഇൻ അതർ വേർഡ്സ് ഈച്ച് സൈഡ് ഓഫ് ദി ഇക്വേഷൻ one must be constant as a practically it is convenient to write the real separation constant as minus lambda. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ലാംഡ കൊടുക്കുകയായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പ്ലസ് ലാംഡ കൊടുത്താൽ നമുക്ക് എന്ത് വരും, എക്സ് ഡബിൾ ഡാഷ് ബൈ 4x മൈനസ് ലാംഡ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ മൈനസ് ലാംഡ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കുഴപ്പമില്ല, അത് പ്ലസ് ആയാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഒരു രീതിയിൽ പറയുകയാണ്, ഇതിൽ നമ്മൾ ഈ ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ സെപ്പറേഷൻ കോൺസ്റ്റൻ്റ് എന്നാണ് പറയുക. സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ ഇക്വാലിറ്റി, ഓരോ സെപ്പറേഷൻ, അതായത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സും ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈയും കോൺസ്റ്റൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, then from the above two equalities we obtain the following two linear ODE. നമ്മൾ ലീനിയർ ODEയിലേക്ക് മാറ്റുകയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ എക്സ് ഡബിൾ ഡാഷ് ബൈ 4x ഈക്വൽ ടു മൈനസ് ലാംഡ എന്ന് വരും. ഇതിന് നമ്മൾ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എക്സ് ഡാഷ് ഈക്വൽ ടു മൈനസ് ലാംഡ 4x എന്ന് വരും. അപ്പോൾ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ എക്സ് ഡബിൾ ഡാഷ് പ്ലസ് 4 ലാംഡ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ODEയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈനസ് ലാംഡ എന്ന് കൊടുത്തത്. അതേപോലെ മറ്റേ ഇക്വേഷനും വൈ ഡാഷ് പ്ലസ് ലാംഡ വൈ ഈക്വൽ ടു 0 എന്ന് വരും. ഇനി ഇവിടെ ലാംഡയുടെ ഇതിപ്പോൾ നമ്മൾ ODE ആണ് നമുക്ക് കിട്ടിയത്. ഈ ODEയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരിട്ടിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് വാല്യൂ കണ്ടെത്താൻ ചെയ്യാം. പക്ഷേ ഇത് വേറൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. നൗ ലെറ്റ് us കൺസിഡർ 3 കേസസ് ഫോർ ലാംഡ. ലാംഡയ്ക്ക് 3 കേസസ് വരും. ഫസ്റ്റ് ലാംഡ 0 ആവാം, സെക്കൻഡ് വൺ ലാംഡ നെഗറ്റീവ് ആവാം, ആൻഡ് തേർഡ് വൺ ലാംഡയ്ക്ക് പോസിറ്റീവ് ആവാം. That is lambda equal to 0, lambda equal to minus alpha square is less than 0 and lambda equal to alpha square is greater than 0. ഇത് വേറൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ തന്നെയാണ്, പക്ഷേ നേരിട്ട് ഇൻറ്റഗ്രേഷൻ ചെയ്യാതെ നമ്മൾ ODEയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് PD എന്നുള്ളത് ODEയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാന്നാണ്. സോ ഇനി നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 ആണ്. നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, എക്സ് ഈക്വൽ ടു C1x പ്ലസ് C2 എന്ന് വരും. ഇവിടെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ഈക്വൽ ടു C3. അവിടെ 2 കോൺസ്റ്റൻറ്റ് വരും, കാരണം അവിടെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് അവിടെ നമ്മൾ കിട്ടിയിരിക്കുന്നത്. ദസ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ത് വരും, പ്രോഡക്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു യു ഈക്വൽ ടു XY ഈക്വൽ ടു C1x പ്ലസ് C2 ഇൻറ്റു C3 ദാറ്റ്സ് ഈക്വൽ ടു C1x പ്ലസ് C2നെ നമ്മൾ എന്ത് ചെയ്തു, അല്ല ഇവിടെ C1 ഇൻറ്റു C3x പ്ലസ് C2 ഇൻറ്റു C3 എന്നാണ് വരിക. അപ്പോൾ C2 ഇൻറ്റു C3നെ നമ്മൾ A1 എന്നും അതേപോലെ C1 C3നെ നമ്മൾ B1 എന്ന് വിളിച്ചു. സോ A1 B1 X എന്ന് വരും. A1 B1 X, എയും ബിയും കോൺസ്റ്റൻസ് ആണ്, C1ഉം C2 ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുന്നതിന് പകരം വേറൊരു ഡമ്മി വേരിയബിൾ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യണം എന്താ വെച്ചാൽ PDനെ നമ്മൾ സെപ്പറേഷൻ ചെയ്തിട്ട് അതിന് ODEയിലേക്ക് കൺവേർട്ട് ചെയ്തു. ODEയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ലാംഡ ഈസ് മൈനസ് ആൽഫ സ്ക്വയർ. അത് ലാംഡ നെഗറ്റീവ് ആവുന്ന കേസ്. ലാംഡ നെഗറ്റീവ് ആകുമ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ ഇക്വേഷൻ എന്താ, എക്സ് ഡബിൾ ഡാഷ് പ്ലസ് 4 ലാംഡ എക്സ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ലാംഡ നെഗറ്റീവ് ആയ ഇവിടെ എക്സ് ഡബിൾ ഡാഷ് മൈനസ് 4 ആൽഫ സ്ക്വയർ എക്സ്. ഈ ലാംഡ എന്ന് പറഞ്ഞത് മൈനസ് ആൽഫ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടി. അതേപോലെ തേർഡ് വണ്ണിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടി. ദി ODE ഫോർ ഈ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. നാലാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്. ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അതിൻ്റെ നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ODEയിലെ എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. സോ അതിന് നമ്മൾ M എന്ന് കൊടുത്തു. സോ M സ്ക്വയർ മൈനസ് 4 ആൽഫ സ്ക്വയർ ഈക്വൽ ടു 0. ദെൻ എമ്മിൻ്റെ വാല്യൂ എന്ത് വരും, പ്ലസ് ഓർ മൈനസ് 2 ആൽഫ എന്ന് വരും. M ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 ആൽഫ എന്ന് വരും.
let us choose cos h to alpha x and sin h to alpha x are which are independent and are linear. അതായത് പ്ലസ് ഓർ മൈനസ് 2 ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, റിയൽ നമ്പേഴ്സിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആണ്, ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആണ് വരുന്നത്, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം എന്താണ് അതിൻ്റെ ഇക്വേഷൻ എന്നുള്ളത്. ഇതാണ് നമ്മളുടെ എന്ത് വരിക, അതിൻ്റെ ജനറൽ സൊല്യൂഷൻ വരിക. എക്സ് ഈക്വൽ ടു C1 cos h 2 alpha x plus C1 C2 നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ. സോ C1 cos h 2 alpha x plus C2 sin h 2 alpha x എന്നാണ് നമ്മൾ വരിക. ഓക്കെ, ഇവിടെ C4 ഉം C5 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഇവിടെ C1 C2 C3 യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ യൂസ് ചെയ്യുക. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ എന്ത് വരിക, ജനറൽ സൊല്യൂഷൻ വരിക. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് നമുക്കൊരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിൻ്റെ എമ്മിൻ്റെ റൂട്ട് കാണുക. അത് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട് ആണെങ്കിൽ നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ്റെ ഫോം എന്താണ്, അതേപോലെ സെയിം റൂട്ടാണെങ്കിൽ സെയിം റിയൽ റൂട്ടാണെങ്കിൽ എന്താണ് വരിക, അതേപോലെ കോംപ്ലക്സ് റൂട്ട് ആകുമ്പോൾ എന്താണ് വരിക എന്നുള്ളതൊക്കെ. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ ODE5 നമ്മൾ എഴുതുക. ദെൻ m മൈനസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. ദെൻ m ഈക്വൽ ടു ആൽഫ സ്ക്വയർ. അവിടെ നമുക്ക് എന്താ വരുന്നത്, അത് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ടല്ല, സെയിം റിയൽ റൂട്ടാണ്. സോ വൈൻ്റെ ടേംസ് എന്ത് വരും, C6 e⁻ ആൽഫ സ്ക്വയർ വൈ എന്ന് വരും. ഇവിടെ കോൺസ്റ്റൻസ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് കൊടുക്കുന്നത്. C1 C2 C3 C4 C5, ഇവിടെ C6 എന്നും കൊടുത്തു. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ u ഈക്വൽ ടു എന്ത് വരും, x ഇൻറ്റു വൈ. സോ C4 cos h 2 ആൽഫ x പ്ലസ് C5 sin h 2 alpha x ഇൻറ്റു C6 e⁻ ആൽഫ സ്ക്വയർ വൈ എന്ന് വരും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഈ ഇവിടെ നമ്മളിപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ഇൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും, C4ഉം C6ഉം C5ഉം C6ഉം കൂടിയായി. അപ്പോൾ C4 C6നെ നമ്മൾ A2 എന്നും അതേപോലെ C5 C6നെ നമ്മൾ B1 എന്നും വിളിച്ചു. ഓക്കെ, ദെൻ A2 e⁻ ആൽഫ സ്ക്വയർ ബൈ cos h 2 ആൽഫ x പ്ലസ് B2 e⁻ ആൽഫ സ്ക്വയർ ബൈ sin h 2 ആൽഫ എക്സ് നമ്മൾ അങ്ങോട്ട് എഴുതി. അത് രണ്ടും കൂടി ഇൻഡു ചെയ്തിട്ട് ആ കോൺസ്റ്റൻസിനൊക്കെ A1 B1 അല്ലെങ്കിൽ A2 C2 അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി എഴുതിയെന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നോക്കേണ്ടത് ലാംഡ ഈക്വൽ ടു ആൽഫ സ്ക്വയർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കണം. സോ എക്സ് ഡബിൾ ഡാഷ് പ്ലസ് 4 ആൽഫ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ആ ഒരു ഇക്വേഷൻ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അതേപോലെ ഇവിടെ എന്തുണ്ടാവില്ല, ചേഞ്ച് വരില്ല. ദെൻ ഇതും എന്താണ്, ഒരു ODE ആണ്. ഇസ് എ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ത് വരും, m സ്ക്വയർ പ്ലസ് 4 ആൽഫ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. അതിൻ്റെ റൂട്ട് m ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2i ആൽഫ എന്ന് വരും. അത് ഒരു കോംപ്ലക്സ് റൂട്ടാണ്. കോംപ്ലക്സ് റൂട്ട് ആകുമ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു രൂപത്തിലാണ് വരിക. x ഈക്വൽ ടു C7 cos 2 ആൽഫ എക്സ് പ്ലസ് C8 sin 2 ആൽഫ എക്സ് എന്നാണ് വരിക. ഇവിടെ ഇപ്പോൾ നമുക്ക് റിയൽ റൂട്ടാണ് വരുന്നത്. നമുക്ക് e⁻2 ആൽഫ എക്സും e⁻−2 ആൽഫ എക്സും ആണ് വരുന്നത്. പക്ഷേ അതിനെ നമ്മൾ കോസ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ ടേംസിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ കേട്ടോ. ദെൻ ഇവിടെ കോംപ്ലക്സ് റൂട്ടിൻ്റെ ജനറൽ സൊല്യൂഷൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അതേപോലെ 7th വണ്ണും ODE5 അതിൻ്റെ ഇക്വേഷൻ എന്ത് വരും, m പ്ലസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു 0, m ഈക്വൽ ടു മൈനസ് ആൽഫ സ്ക്വയർ. സോ y ഈക്വൽ ടു C9 e⁻−− ആൽഫ സ്ക്വയർ y എന്ന് വരും. അവിടെ നമ്മൾ എന്താ, ജനറൽ സൊല്യൂഷനാണ്. അവിടെ സെയിം റിയൽ റൂട്ടാണ് വരുന്നത്. ദെർഫോർ അനദർ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ PD എന്ന് പറഞ്ഞാൽ u ഈക്വൽ ടു C7 cos 2 ആൽഫ എക്സ് പ്ലസ് C9. സോ C7ഉം C9ഉം കൂടിയിട്ട് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടും C8ഉം C9ഉം കൂടിയിട്ട് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടും എഴുതാം. ദെൻ A3 B3 എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ നമ്മൾക്ക് ലാംഡ മാറുന്നതിനനുസരിച്ചിട്ട് അവിടെ 3 സൊല്യൂഷൻസ് വന്നു. ഓക്കെ, ലാംഡ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടെ 3 ഇക്വേഷൻസ് വന്നു. ദെൻ അടുത്തത് ക്ലാസിക്കൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് ആണ്. ക്ലാസിക്കൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. സോ നിങ്ങൾ ഇവിടുന്ന് മുതൽ എഴുതിയാൽ മതി. ദി പ്രോഡക്റ്റ് ഓഫ് ദി സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് k dou square u by dou x square equal to dou u by dou t k greater than 0. ഇതൊരു ഫോം. അടുത്തത് a square into dou square u by dou x square equal to dou square u by dou t square. Second one, and dou square u by dou x square plus dou square u by dou y square equal to 0. Or slight variation of this equation. Equations ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. അതായത് കോൺസ്റ്റന്റ് ഇപ്പോൾ 2 dou square u by dou x square വരും, അല്ലെങ്കിൽ x dou square u by dou x square വരും, അല്ലെങ്കിൽ u വരില്ല, അങ്ങനെയൊക്കെ വരാം.
ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ജനറൽ ആയിട്ടുള്ള ഫോംസ് എന്താണ്? പാർഷ്യൽ ഡിഫറൻഷ്യൽ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം ഇതാണ്. ഓക്കെ, these classical equations of mathematical physics are known respectively as the one dimensional heat equation. അതായത് ഈ മൂന്നെണ്ണമാണ് ക്ലാസിക്കൽ ഇക്വേഷൻ ഓഫ് മാത്തമെറ്റിക് ഫിസിക്സിലുള്ളത്. ഓക്കെ, മാത്തമെറ്റിക്കൽ ഫിസിക്സിലെ ക്ലാസിക്കൽ ഇക്വേഷൻസ് ആണ് ഈ മൂന്നെണ്ണം. അതിൽ ഫസ്റ്റ് വണ്ണിന് നമ്മൾ വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയും. സെക്കൻഡ് വണ്ണ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ആൻഡ് തേർഡ് വണ്ണ് ലാപ്ലേസ് ഇക്വേഷൻ ഇൻ 2 dimension. ഓക്കെ, ഫസ്റ്റ് വൺ വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ, second one one dimensional wave equation, and third one Laplace equation in 2 dimension. Okay, then it's called 2 dimensional Laplace. അതായത് 1 dimensional അല്ല, one dimensional refers to the fact that x denotes a it's called 2 dimensional Laplacian of the function. ഇനി 3 dimensional Laplace equation, Laplace എന്നാണ് പറയുക, അതിൽ Laplacian എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ 1 dimensional wave equationൻ്റെ ഫോം ലാപ്ലേസ് ഇക്വേഷൻ ഇൻ 2 dimension ഇതാണ്, എക്സും വൈയും ഉണ്ടായിരിക്കും. ആൻഡ് ലാപ്ലേസ് ഇക്വേഷൻ ഇൻ 3 dimension ആകുമ്പോൾ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ സെറ്റ് സ്ക്വയർ. അപ്പോൾ ഈ 4 ഇക്വേഷൻ ഇതാണ് ക്ലാസിക്കൽ മാത്തമെറ്റിക്കൽ ഫിസിക്സിൻ്റെ ക്ലാസിക്കൽ ഇക്വേഷൻസ്. അപ്പോൾ ആ മൂന്നെണ്ണം പഠിച്ച് വയ്ക്കാം. ഇനി ഇക്വേഷൻ 1, 3 വിത്ത് ദ ലീനിയർ സെക്കൻഡ് ഓർഡർ പി ഡി ഗിവൺ ഇൻ സെക്ഷൻ 1 വിത്ത് ദി പ്ലെയിൻ പാർട്ട് ഓഫ് ഹീറ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ ഇസ് പാരബോളിക് ദി വേവ് ഇക്വേഷൻ, 2 ഈസ് ഹൈപ്പർബോളിക് ആൻഡ് ലാപ്ലേസ് ഇക്വേഷൻ, 3 ഈസ് എലിപ്റ്റിക്. അപ്പോൾ അതിൽ പറയുന്നത് ഫസ്റ്റ് വണ് പാരാബോളിക് ആണ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹൈപ്പർബോളിക്, ആൻഡ് തേർഡ് വൺ ഈസ് എലിപ്റ്റിക്. ഓക്കെ, ഹീറ്റ് ഇക്വേഷൻ പാരാബോളിക് ആണ്, വേവ് ഇക്വേഷൻ ഹൈപ്പർബോളിക് ആണ്, ലാപ്ലേസ് ഇക്വേഷൻ എലിപ്റ്റിക് ആണ്. അപ്പോൾ ഈ മൂന്നെണ്ണം എന്താണെന്നുള്ളതും പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് അത് ഏതാ ഇക്വേഷൻ എന്നുള്ളത് ലാപ്ലേസിൻ്റെ 3 dimension ഉണ്ട്, 2 dimension ഉണ്ട്, വേവ് ഇക്വേഷൻ ഹീറ്റ് ഇക്വേഷൻ, ആ മൂന്നിൻ്റെ ജനറൽ ഫോം ക്ലാസിക്കൽ ഫോം പഠിച്ചു വയ്ക്കുക. പിന്നെ ഓരോന്നും ഏതാ ഫോം എന്നുള്ളത്, ഹീറ്റ് ഇക്വേഷൻ ആകുമ്പോൾ പാരാബോളിക് ആണ്, വേവ് ഇക്വേഷൻ ആകുമ്പോൾ ഹൈപ്പർബോളിക് ആണ്, ലാപ്ലേസ് ഇക്വേഷൻ ആകുമ്പോൾ എലിപ്റ്റിക് ആണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. താങ്ക് യു.